ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ പലരും സെൽഫ് ഡയറ്റ് ചെയ്യുന്നവരുണ്ട്. അതിനെക്കുറിച്ച് മാമിന് എന്താ പറയാനുള്ളത്? ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഡയറ്റുകളുണ്ട്. ഓരോ ഡയറ്റിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും നല്ല ഡയറ്റ് എന്ന് ആൾക്കാർ പറയുന്ന ഒന്നാണ് മെഡിറ്റേറിയൻ ഡയറ്റ്. ഓക്കെ, മെഡിറ്റേറിയൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കൂടുതലും പ്ലാൻ ബേസ്ഡ് ഡയറ്റ് ആണ്. പക്ഷെ അതിന് നമ്മൾക്ക് ഒരു കാലറി കൗണ്ടിങ് ഇല്ല. അപ്പോൾ ആഴ്ചയിൽ ഇത്ര ദിവസം നോൺ വെജ് അല്ലെങ്കിൽ ഇത്ര ദിവസം ഫിഷ് എന്നുള്ള രീതിയിൽ നമ്മൾ വരാം. അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് കൂടുതൽ ബേസ് ചെയ്ത് വരുന്നത്. പക്ഷെ അതിൽ ഡെഫിഷ്യൻസീസ് നമുക്ക് വരാം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി, അതിൽ ഡയറി പ്രോഡക്ട്സ് കുറവാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പെട്ടെന്നുള്ളൊരു വെയിറ്റ് ലോസിന് മെഡിറ്റേറിയൻ ഡയറ്റ് നല്ലതാണ്. അതുപോലെ തന്നെ കീറ്റോ ഡയറ്റ് എടുക്കുമ്പോൾ വെയിറ്റ് ലോസ് കിട്ടും. പക്ഷെ നമ്മളത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു എപ്പിലെസി എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലാണ്. അപ്പോൾ അതല്ലാതെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെറ്റിനയ്ക്ക് വരെ ആവശ്യമായ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിയുള്ള ഡയറ്റ് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഈ കീറ്റോ ഫ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് വേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു കൺസൾട്ട് ചെയ്തിട്ട് തന്നെ എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് കൂടുതൽ പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് സ്റ്റഡി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ക്രേവിങ്സ് വരാതിരിക്കാനും സാധിക്കും.